പ്രിയപ്പെട്ടവരെ നമസ്കാരം. ജെബി, ഞാൻ ഇന്ന് നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ മൈലപ്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. നമ്മുടെ തന്നെ ഒരു സഹോദരനാണ്, ദളിത് വിഭാഗത്തിൽപ്പെട്ട. അദ്ദേഹത്തിന് തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അനുഭവം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തൊഴിലെന്ന് പറയുന്നത് ഓട്ടോ ഓടിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം മറ്റ് ജോലികളൊന്നും അറിയത്തില്ല, കുടുംബമുണ്ട്, മക്കളുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രധാന പ്രശ്നം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 5-6 മാസമായിട്ട് ഈ ഒരു പ്രശ്നമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. എന്തായാലും ഇതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ഇദ്ദേഹം എന്താണ് സമൂഹത്തിൽ നിന്ന് അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഓട്ടോ ഫീൽഡിൽ നിൽക്കുന്ന യൂണിയനിൽപ്പെട്ടവർ തന്നെയാണ് കൂടുതലും ഇദ്ദേഹത്തെ വഴിയിൽ തടഞ്ഞു നിർത്തുക, അല്ലെങ്കിൽ തെറി വിളിക്കുന്ന ഒരു അനുഭവം വരെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിനെ നേരിട്ട് നമുക്ക് ചോദിക്കാം, എന്താണ് സത്യത്തിൽ നടന്നത്? ചേട്ടാ, ഞാൻ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയാണ്, ഞങ്ങൾ താമസിക്കുന്ന പഞ്ചായത്താണ്. അപ്പം അവിടുന്ന് ഒരു 5 കിലോമീറ്റർ ഉള്ളൂ ഞങ്ങൾക്ക് പത്തനംതിട്ട ടൗണിലോട്ട്. പത്തനംതിട്ട പല ഭാഗത്ത് ഞാൻ കിടന്ന് ഓട്ടോ ഓടിക്കുവാണ് കുറേ വർഷമായിട്ട്. അപ്പം ഞാൻ ആ സ്റ്റാൻഡിൽ കിടന്ന് ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്നപ്പം ഇപ്പൊ ഞാനൊരു സെക്കൻഡ് വണ്ടിയും കൊണ്ട് നമ്മൾ അവിടെ ചെന്നു. കടം മേടിച്ചു വണ്ടിയാണ്, ഇപ്പൊ ജീവിക്കാൻ വേണ്ടി മേടിച്ച. അപ്പൊ അവിടെ ചെന്നപ്പം കുറച്ച് ഓട്ടോ സുഹൃത്തുക്കൾ എന്നെ അവിടെ കയറ്റത്തില്ല. അപ്പൊ ഞാൻ ഇവരുടെ കാല് പിടിച്ച് കുറെ നാൾ ഇവരുടെ നടന്നു, പരിചയത് ഇവർ കയറ്റത്തില്ല. അങ്ങനെ ലാസ്റ്റ് ഞാൻ എൻ്റെ ഒരു ചേച്ചി തന്നെ പറഞ്ഞു, ഇന്നോളൊക്കെ ഗണേഷ് കുമാറിനെ കാണാൻ. അങ്ങനെ ഞാൻ സാറിനെ പോയി കണ്ടു. സാർ ഇവിടെ MLA ജിനീഷ് കുമാറിനെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കയറി ഇറങ്ങി നടന്നു. ഇവിടെ CA2-ന്റെ ഒരു സാറിനെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ ആ സാറിനെ കണ്ടു. ആ സാറൊക്കെ നമുക്ക് വേണ്ടി നോക്കി, ഒരുപാട് പേര് നമുക്ക് വേണ്ടി നോക്കിയിട്ട് ഇതിനകത്ത് 2-3 നേതാക്കന്മാര് ജാതിയുടെ ഇതും പറഞ്ഞ് യൂണിയന്റെ CA2-ന്റെ യൂണിയനിൽ പെട്ട കുറച്ച് നേതാക്കന്മാര് എന്നോട് ഭയങ്കര ജാതിപരമായിട്ടുള്ള വേർതിരിവ് കാണിക്കുന്നുണ്ട്. അവർക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കും, ഈ ഓട്ടോക്കാർക്ക് ഫുൾ സപ്പോർട്ടാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഈ പാർട്ടി പറഞ്ഞിട്ട് തന്നെയാണ് ഫസ്റ്റ് ഞാൻ കേസ് കൊടുക്കുന്നത്. കേസ് കൊടുത്ത് അങ്ങനെ 4 കേസ് കൊടുത്തിട്ടുണ്ട്. അതായത് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഉള്ള രീതി വെച്ച് എല്ലാം കേസ് കൊടുത്തിട്ടും ഇവർ കേസ് അന്വേഷിക്കുന്നില്ല. അല്ല, ഇവരെന്തിനാണ് നിങ്ങളെ വഴി തടഞ്ഞു നിർത്തുന്നതെന്ന് മനസ്സിലാവുന്നത്? ഇവര് ഈ ടാക്സ് അടച്ച് ഓടുന്ന വണ്ടിയിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ തെറ്റോ, അല്ലെങ്കിൽ നിയമം തെറ്റിച്ചോ, അല്ലെങ്കിൽ ഏത് രീതിയിലും ഒരാളൊരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ള വ്യക്തികൾ ഇടപെടേണ്ട കാര്യമില്ല. യൂണിയൻകാർക്കൊന്നും അതിനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല, അവർക്ക് അതിന്റെ ഉത്തരവാദിത്തമില്ല. എന്തെങ്കിലും രീതിയിൽ ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസുണ്ട്, അതിന് മേലോട്ടുള്ള മേലധികാരികളുണ്ട്, അവർക്കാണ് അതിൻ്റെ ഉള്ള അധികാരം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ യൂണിയൻകാര് തന്നെ, യൂണിയൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരല്ല, ഓട്ടോ ഫീൽഡിൽ തന്നെ ഉള്ള സഹോദരങ്ങൾ തന്നെയാണ് ഇദ്ദേഹത്തെ വഴിയിൽ തടഞ്ഞു നിർത്തുന്നത്. നാളെ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ആരാണ് ഉത്തരവാദിത്തം പറയുക? ഇദ്ദേഹത്തിന് ഭാര്യയും മക്കളും ഒക്കെ ഉള്ളതാണ്, ഇദ്ദേഹത്തിന് ജീവിക്കണ്ടേ? ഇദ്ദേഹം എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. പറഞ്ഞു അങ്ങനെ കേസ് കൊടുത്തതാ. കേസ് കൊടുത്തിട്ട് ഇവര് പലരും പറയുന്ന കേട്ട് ഞാൻ സ്റ്റാൻഡിൽ ചെന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ ഇവന്മാര് ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. കാരണം ഇവർക്ക് പാർട്ടി സപ്പോർട്ടുള്ള ഇവന്മാർ ആരെയും പേടിയില്ല. അങ്ങനെ ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇവന്മാർ എൻ്റെ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിക്കുന്നത്, എൻ്റെ കൈയും കാലും തല്ലി ഓടിക്കും. നീ ഏത് കൊടികെട്ടിയ മന്ത്രിയെ കൊണ്ട് വന്നാലെന്ന് പറഞ്ഞാൽ ശരി, എന്നെ അവിടെ കേട്ടത്തില്ലെന്ന് ഇവന്മാർ പറയും. എന്നിട്ട് എന്നെ ഉന്തും വരെ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഇതിപ്പം നിങ്ങൾക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അങ്ങനെ ഞങ്ങൾ കേസ് കൊടുത്ത് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. അവര് പറയുന്നത് നീ ഏത് പാർട്ടിയാണെന്നാ ചോദിക്കുന്നത്. എനിക്ക് പാർട്ടിയല്ല, ഞാനും ഇവിടെ ജനിച്ചു വളർന്ന ഒരുത്തനാണ്, എനിക്ക് ഒരു നിയമമുണ്ട്. അവർക്ക് അത്രയും പേർക്ക് കിടന്ന് ഓടാമെങ്കിൽ എന്നെ മാത്രം എന്തിനാണ് ഈ ജാതിയുടെ പേര് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തുന്നത്? അതുകൊണ്ടൊക്കെ എന്നെയും എന്റെ ഭാര്യയാണെങ്കിലും ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിക്കുകയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഒരു തവണയല്ല, പോലീസ് സ്റ്റേഷന് മുന്നേ വെച്ച് തന്നെ 2 തവണ അങ്ങനെ നടന്നിട്ടുണ്ട്. ഈ പോലീസുകാരുടെ മുന്നേ വെച്ച് തന്നെ നടന്നിട്ടുണ്ട്. എന്നിട്ടൊന്നും ഈ പോലീസുകാർ അനങ്ങത്തില്ല. കാരണം അവര് പാർട്ടി പിടിയുള്ള എണ്ണ അമ്മമാരോട് ഒന്നും ചെയ്യത്തില്ല. അതേപോലെ തന്നെ എന്റെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് പോലീസുകാർ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ തപ്പുന്നുണ്ട്. അപ്പൊ എന്നോട് പറയുന്നുണ്ട്, നീ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. പോലീസുകാർ തന്നെ എന്നോട് പറയുന്നത്, നീ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ നിനക്ക് അവിടെ കിടന്ന് ഓടാൻ ഒക്കത്തില്ലെന്ന്. നമ്മളെ രക്ഷിക്കേണ്ട പോലീസുകാർ പോലും അങ്ങനെ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരാണ് പത്തനംതിട്ട മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത്, അവർക്ക് വേണം ചെയ്യാം. എന്നിട്ട് അവരുടെ കാല് പിടിച്ച് ഞങ്ങൾ നടന്നു. ഇത് ആരുടെ കാല് പിടിച്ച് നടന്നിട്ടും ആരും രക്ഷിക്കത്തില്ല. ഇവരെല്ലാം കൂടെ ഒന്നിച്ച് ഇന്ന് ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രാവശ്യം ഞങ്ങൾ ഇതിനെപ്പറ്റി ഞാനും എൻ്റെ കുടുംബം കൂടെ ചാകാൻ വേണ്ടി ഇരുന്നാന്ന് എൻ്റെ സംഘത്തിലും എനിക്കുള്ളവർക്കെല്ലാം അറിയാം. അപ്പൊ ഇനി ഞങ്ങൾ അങ്ങനെ കൂടെ പോയി കഴിഞ്ഞാൽ അഥവാ ചിലപ്പോൾ നാളെ ഒരു ആക്സിഡന്റ് ആയിരിക്കും, വല്ല ഇപ്പോഴത്തെ കാലമാണ്, എന്തോ ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ബലമായ എനിക്ക് ഉറപ്പുണ്ട് അത് ഈ പാർട്ടിപ്പെട്ടവരും ഈ ഓട്ടോ സുഹൃത്തുക്കളും കാരണം. അല്ലാതെ ഈ ഗണേഷ് കുമാറിന്റെ അതായത് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു മറുപടി എന്താണ്? പുള്ളിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോ പുള്ളിയുടെ ഓഫീസിൽ നിന്ന് നമ്മുടെ ജിനീഷ് കുമാർ ഞങ്ങളവിടുത്തെ MLA വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഓഫീസിൽ പത്തനംതിട്ട CA2-ന്റെ ഓഫീസിൽ വിളിച്ചു. അങ്ങനെ സംസാരിച്ചു.
പക്ഷെ അവര് നാളെ വിളിക്കും മറ്റന്നാൾ വിളിക്കും എന്ന് പറഞ്ഞ് കറങ്ങി ഞാനും അമ്മയും എൻ്റെ വൈഫും കുഞ്ഞും കൂടെ കയറി ഇറങ്ങി ലാസ്റ്റ് ഇവർ വോട്ട് കഴിയുമ്പം നടത്തി തരാമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അത് ഇവര് കൈ ഒഴിഞ്ഞു. ഇപ്പൊ നിലവിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഞങ്ങളുടെ അവിടെ സ്റ്റാൻഡ് ഉണ്ട്, അവിടെ കിടന്നാലൊന്നും ഓട്ടോ ഇല്ല. അപ്പൊ ഞാൻ അവിടെ കിടന്ന് ഓടിയാൽ രക്ഷപ്പെടുമല്ലോ എന്ന് ഓർത്താൽ ഞാനൊരു വണ്ടി മേടിച്ച് എനിക്കും അവരെ പോണക്ക് അവിടെ കിടന്ന് ഓടണം. ഇവര് പറയുന്നത് നിന്റെ വണ്ടി പെർമിറ്റ് ഇല്ലാത്ത വണ്ടിയാണ്. പെർമിറ്റ് ഇല്ലാത്ത വണ്ടി ഒരുപാടെണ്ണം പത്തനംതിട്ട ടൗണിൽ കിടന്ന് ഓടുന്നെന്നും പോലീസുകാർക്കും ചെയർമാനും മന്ത്രിമാർക്കും എല്ലാം അറിയാവുന്നതാണ്. പക്ഷെ എൻ്റെ മാത്രം ജാതിയുടെയും വേർതിരിവാണ് എന്നോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പലതാണ് ഇവരുടെ എല്ലാം വായിന്ന് എനിക്ക് കേട്ടിട്ടുമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിലവില് ഇപ്പൊ പെർമിറ്റ് ഇല്ലാതെ ഓടുകയോ ഉണ്ടോ ഇല്ലയെന്നുള്ളതല്ല ഇവിടെ നിലവിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഓട്ടോ തൊഴിലാളികൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ ഉപദ്രവിക്കാൻ പോകുന്നതെന്ന് അതിനുള്ള മറുപടി ഈ വേണ്ടപ്പെട്ട അധികാരികൾ ഇദ്ദേഹത്തിന് നൽകണമെന്ന് തന്നെ മാത്രമേ പറയാനുള്ളൂ. പോലീസിനും അതിന് മേലോട്ടുള്ള അധികാരികൾക്കും കൃത്യമായിട്ട് ഇദ്ദേഹത്തിന്റെ മേൽ ശിക്ഷാ നടപടി സ്വീകരിക്കാം, യാതൊരു ബുദ്ധിമുട്ടും ഇല്ലെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ കൂടെയുള്ള ഈ ഓട്ടോ തൊഴിലാളികളിൽപ്പെട്ടവര് ഇദ്ദേഹത്തെ വെറുതെ വിടണമെന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ അതായത് ഈ നാട്ടിൽ തന്നെയുള്ള സാമുദായിക സംഘടനകളിൽപ്പെട്ടവർ വേണ്ട രീതിയിൽ ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യണം. അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ കൃത്യമായിട്ട് എന്റെ ക്യാപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇദ്ദേഹത്തിന് വേണ്ട സഹായവും അദ്ദേഹത്തിന്റെ മാനസികമായിട്ടുള്ള ഒരു സഹായവും ചെയ്യണമെന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എന്താ? ഈ വീഡിയോ ഇറങ്ങി കഴിയുമ്പോൾ എനിക്കൊരു ഇതുണ്ട്, കാരണം ഇവരങ്ങനെ ഉപദ്രവിക്കുന്നു. പക്ഷേ ഇവർക്ക് എന്നെ ഒറ്റയ്ക്ക് കിട്ടിയിട്ടില്ല, എനിക്കും ജീവിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്കല്ലാതെ ആരോടൊരു വാശിയോ ദേഷ്യമല്ല, എനിക്ക് ജീവിക്കാൻ വേണ്ടിയുള്ളൊരു വാശിയാണ്. അപ്പോൾ ഇതിനകത്ത് എന്തോലും എനിക്ക് നാളെ എനിക്കോ എൻ്റെ വൈഫിനോ എൻ്റെ കുഞ്ഞിനോ അമ്മയ്ക്കോ എന്തെങ്കിലും ഒരു വീഴ്ച വന്നാൽ അത് ഞാൻ ഇപ്പോഴും പറയാം, അത് 100 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഈ പാർട്ടിയും ഓട്ടോക്കാരും അറിയാതെ ഒന്നും നടക്കത്തില്ലെന്ന് എനിക്കറിയാം. എൻ്റെ ജീവന് നിങ്ങൾ ഓരോരുത്തരും ഈ കാണുന്ന ഓരോരുത്തരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഓർത്താണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ജീവിക്കണം, എനിക്ക് ആരോടൊരു വാശിയില്ല, എനിക്ക് ജീവിക്കണം. പിന്നെ ഞങ്ങൾ കുറച്ച് ദിവസം നോക്കിയിട്ട് ഒത്തില്ലെങ്കിൽ ഞാൻ നേരെ കോടതിയിൽ പോകും. എന്തായാലും കോടതിയിൽ പോയി എനിക്ക് നീതി മേടിക്കണം. അതിനുവേണ്ടി ഞാൻ എൻ്റെ പെണ്ണുമ്പിള്ള എൻ്റെ അമ്മയും കുഞ്ഞും ഇതിനകത്ത് മുന്നിട്ട് നിൽക്കുക. കുറേ സുഹൃത്തുക്കളുണ്ട് എൻ്റെ പുറകെ. ആ ഒരു ധൈര്യത്തിൽ പിന്നെ ആ നിയമത്തെ മാത്രം മുറുക്കി പിടിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഇന്ന് ഈ ചേട്ടനെ വേണ്ടി വിളിച്ചത്. അപ്പോൾ ചേട്ടനോട് ഒരുപാട് സന്തോഷം. ഓക്കെ, നന്ദി.